നീയല്ലടാ അമ്മൂസി പിസ്സ വേണമെന്ന് പറഞ്ഞത്, അതുകൊണ്ടാണ് നിനക്ക് വേണ്ടി അച്ഛൻ പിസ്സ വാങ്ങിച്ചിട്ട് വന്നത്. അമ്മൂസേ, എല്ലാം സൂപ്പറായിട്ട് തന്നെ ഉണ്ടാവും. പക്ഷെ അച്ഛൻ പറഞ്ഞ പോലെ ഇത് അത്രയ്ക്ക് ആരോഗ്യത്തിന് നല്ലതല്ല. അമ്മൂസ് ഇതുവരെ പിസ്സ കഴിച്ചിട്ടില്ല, അത് എങ്ങനെയുണ്ടെന്ന് കഴിക്കണമെന്ന് തോന്നിയെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് അച്ഛൻ നിനക്ക് വാങ്ങിച്ചു തന്നത്. ഇനി പിസ്സ ചോദിച്ചാൽ അച്ഛൻ വാങ്ങിച്ചു തരില്ല. ഈ ഒരു പ്രാവശ്യം തന്നെ അമ്മൂസ് കഴിച്ചോ. അമ്മൂസിനല്ലേ അച്ഛൻ വാങ്ങിച്ചിട്ട് വന്നത്, എടുത്ത് കഴിച്ചോ. അയ്യോ ഇല്ലടാ അമ്മൂസേ, അപ്പൂസിന് പിസ്സ കൊടുക്കാൻ പറ്റില്ല. അവൻ കുഞ്ഞു കുട്ടിയല്ലേ, ഇതൊന്നും അവന് കഴിക്കാൻ പറ്റില്ല. ഇവനെ അറിയാതെ ഈ പിസ്സ നിനക്ക് തരണമെന്ന് വിചാരിച്ചതാ, അപ്പോഴേക്ക് ഈ ചെക്കൻ കണ്ടു. അവൻ കണ്ടാ വേണമെന്ന് പറയുന്ന അച്ഛൻ അറിയാലോ, അതുകൊണ്ടാണ് അച്ഛൻ അവന് വേറൊരു സാധനം വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. അതൊന്നുമല്ലടാ, അച്ഛൻ അവന് വാട്ടർമെലൻ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പൂസിന് അച്ഛൻ വാട്ടർമെലൻ കൊടുത്തോളാം, നീ ഈ പിസ്സ കഴിച്ചോ. അമ്മൂസിന് വാട്ടർമെലൻ ഉണ്ട്. ഇപ്പൊ നീ ഈ പിസ്സ കഴിക്ക്, പിന്നെ വാട്ടർമെലൻ കഴിക്കാം. ഇപ്പൊ നീ ഈ പിസ്സ കഴിക്കുമ്പോ അത് കണ്ടിട്ട് അപ്പൂസ് വേണം പറയില്ലേ, അതുകൊണ്ട് ഇപ്പൊ അവന് മാത്രം വാട്ടർമെലൻ അച്ഛൻ കൊടുക്കാം. എന്താടാ അപ്പൂസേ, നിനക്ക് പിസ്സ വേണോ? പിസ്സ വേണോ? നിക്കട്ടാ, അച്ഛ അപ്പൂസിന് പറ്റിയ പിസ്സ തരാം. എന്താടാ അപ്പൂസേ, അപ്പൂസിന് പിസ്സ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ? ശരി ശരി കഴിക്ക്. അയ്യോടാ അമ്മൂസേ, അവനെ കൊണ്ട് ഇത് വാട്ടർമെലൻ ആണെന്ന് പറയണ്ട. അവനത് പിസ്സ എന്ന് വിചാരിച്ച് കഴിക്കുകയാണ്, കഴിച്ചോട്ടെ. അല്ലെങ്കിലേ പിന്നെ ഈ പിസ്സ വേണമെന്ന് പറഞ്ഞ് കരയാൻ നിൽക്കും. അവൻ മിണ്ടാതെ അത് കഴിക്കണതേ വലിയ കാര്യമാണ്. അവൻ ആ വാട്ടർമെലൻ കഴിക്കട്ടെ. അമ്മൂസ് വേഗം പിസ്സ കഴിക്കി. അല്ലെങ്കിൽ ഇനി കുറച്ച് സമയം കഴിഞ്ഞാലേ ഇത് വേറെയാണ് അത് വേറെയാണെന്ന് അവന് മനസ്സിലാവും. അവസാനം അത് വേണം പറഞ്ഞ് കരയാൻ നിൽക്കും. അപ്പോഴേക്കും നീ വേഗം അത് കഴിക്കി. ശിവേട്ടാ, എന്താ ഇത്? കുട്ടികൾക്ക് നിങ്ങൾ എന്താ വാങ്ങിച്ചിട്ട് വന്നിരിക്കുന്നേ? ഐഷു, അത് ശിവേട്ടാ, എന്താ ഇത്? കുട്ടികൾക്ക് ഈ പിസ്സ കൊടുക്കണതൊന്നും നല്ലതല്ലെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? എന്തിനാ ഇപ്പൊ ഇവർക്ക് പിസ്സ വാങ്ങിച്ചിട്ട് വന്ന് കൊടുത്തിരിക്കുന്നേ? ഇല്ല ഐഷു, പിസ്സ നല്ലതല്ലെന്ന് എനിക്കും അറിയാം. പക്ഷെ ഇതുവരെ റിയ കുട്ടി പിസ്സ കഴിച്ചിട്ടില്ലല്ലോ. അവളത് ഈ ടിവിയില് ഫോണിലൊക്കെ കണ്ടിട്ട് ഈ പിസ്സ എങ്ങനെയുണ്ടാവും അച്ഛാ, എനിക്ക് വേണമെന്ന് ചോദിച്ചത് കൊണ്ട് ഈ ഒരു പ്രാവശ്യം അവൾക്ക് വാങ്ങിച്ചു കൊടുത്തതാ. ശിവേട്ടാ, ഒരു പ്രാവശ്യമാണെങ്കിൽ അത് കഴിക്കുന്നത് നല്ലതല്ല. അത് കഴിച്ചാൽ ഇനിയിപ്പോ വയറുവേദനയോ വല്ലതും വരും. വലിയ കുട്ടികളാണെങ്കിൽ പോലും കുഴപ്പമില്ല, ചെറിയ കുട്ടികൾക്ക് പിസ്സ കൊടുക്കാനേ പറ്റില്ല. നിങ്ങൾക്ക് അറിയില്ലേ? റിയ കുട്ടിക്ക് വാങ്ങിച്ചു കൊടുത്തത് പോരാണ്ട് നിങ്ങൾ അപ്പൂസിനും വാങ്ങിച്ചു കൊടുത്തോ? ശരി ഐഷു, ഞാൻ അപ്പൂസിനൊന്നും പിസ്സ കൊടുത്തിട്ടില്ല. അവന്റെ കയ്യിൽ എന്താന്ന് നോക്ക്, അത് വാട്ടർമെലനാ. അപ്പൂസിനൊന്നും പിസ്സ കൊടുക്കാനേ പാടില്ലെന്ന് എനിക്കറിയില്ലേ, അതുകൊണ്ടാണ് ഞാൻ അവനെ വാട്ടർമെലൻ കൊടുത്തത്. പിന്നെ റിയ കുട്ടി പിസ്സ എങ്ങനെയുണ്ടാവും അച്ഛാ, അത് ഒരു പ്രാവശ്യം വാങ്ങിച്ചു താന്ന് ചോദിക്കുമ്പോ എങ്ങനെയാടി വാങ്ങിച്ചു കൊടുക്കാതിരിക്കണേ? അത് നല്ല സാധനമല്ലേ, എനിക്കറിയാം. അത് ഞാൻ അവളെ കൊണ്ട് പറഞ്ഞു, ഈ പിസ്സ ഒന്നും നല്ലതല്ല, അത് കഴിക്കാൻ പറ്റില്ല. പക്ഷെ എന്റെ കുട്ടികൾ ഏതൊരു സാധനത്തിനെ കണ്ടിട്ടും ഇത് കഴിക്കാൻ പറ്റിയില്ല, ഇതെനിക്ക് കിട്ടിയില്ല എന്നുള്ള കൊതി അവർക്ക് വരണ്ടെന്ന് കരുതിയിട്ടാണ് ഈ ഒരു പ്രാവശ്യം ഞാൻ അവൾക്ക് ആ പിസ്സ വാങ്ങിച്ചു കൊടുത്തത്. അതും എല്ലാവരും പിസ്സ പിസ്സ എന്ന് പറയുമ്പോ അത് എങ്ങനെ ഉണ്ടാവും എന്ന് അറിയാൻ അവൾക്കൊരു ആഗ്രഹം ഉണ്ടാവില്ലേ?
അതുകൊണ്ടാ പിസ്സ എങ്ങനെ ഉണ്ടാവും അറിയാൻ വേണ്ടിട്ട് അവൾക്ക് പിസ്സ വാങ്ങിച്ചു കൊടുത്തതാ. ഇപ്പൊ അവള് കഴിച്ചാ അത് എങ്ങനെ ഉണ്ടാവും അവൾക്ക് അറിയാലോ. ഇതിന്റെ ശേഷം പിസ്സ ചോദിക്കാൻ പറ്റില്ല, അത് ആരോഗ്യമല്ലെന്ന് ഞാൻ അവൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവൾ ഈ ഒരു പ്രാവശ്യം തന്നെ പിസ്സ കഴിക്കും, ഇനി അവള് പിസ്സ ചോദിക്കില്ല. ആ അങ്ങനെ നിങ്ങൾ വിചാരിച്ചോളി. പക്ഷെ കുട്ടികൾക്ക് ഈ പിസ്സ ബർഗറൊക്കെ വാങ്ങിച്ചു കൊടുത്താലേ അതിന്റെ രുചി കണ്ടാ പിന്നെ എപ്പോഴും അത് വേണമെന്ന് അവർ ചോദിക്കും. നിങ്ങൾ നോക്കിക്കോളി, ഇപ്പൊ ഈ പിസ്സ കഴിച്ചു കഴിഞ്ഞാ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടെന്നും പറഞ്ഞിട്ട് പിന്നെ അത് വീണ്ടും വീണ്ടും വേണമെന്ന് അവള് ചോദിക്കും. പിന്നെ അവള് പിസ്സ വേണമെന്ന് ചോദിച്ച് വാശി പിടിച്ചാ അപ്പൊ നിങ്ങൾ വീണ്ടും വാങ്ങിച്ചു കൊടുക്കും. ഇങ്ങനെ തന്നെ ഒരു പ്രാവശ്യം കഴിച്ചോട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുന്നത് കൊണ്ടാ ഈ കുട്ടികൾ അത് കഴിച്ച് അതിന് അഡിക്റ്റ് ആയിട്ട് പിന്നെ വീണ്ടും വീണ്ടും വേണമെന്ന് ചോദിച്ച് വാശി പിടിക്കുന്നത്. പിന്നെ കുട്ടികൾ കരയണമെന്നും പറഞ്ഞ് നമ്മളും അത് വാങ്ങിച്ചു കൊടുക്കും. അവസാനം കുട്ടികൾക്ക് വയറുവേദന, ഇനിയിപ്പോ വേറെ എന്തെങ്കിലുമൊക്കെ അസുഖം വരും. കുട്ടികൾക്ക് നല്ല ഭക്ഷണം ഏതാണ് നന്നല്ലാത്ത ഭക്ഷണം ഏതാണെന്നുള്ളത് അറിയില്ല ശിവേട്ട, നമ്മളല്ലേ പറഞ്ഞു കൊടുക്കേണ്ടത്. നിങ്ങളെ നീ കുട്ടികൾക്ക് പിസ്സ വാങ്ങിച്ചു കൊടുത്താ പിന്നെ അവര് കഴിക്കാതെ എന്ത് ചെയ്യും? ഇപ്പൊ ഈ പിസ്സ കഴിച്ചിട്ട് അവൾക്ക് വയറുവേദന എന്തെങ്കിലും വരട്ടെ, പിന്നെ ഞാൻ നിങ്ങൾക്ക് വച്ചിട്ടുണ്ട്. എടി ഐഷു, ഒരു പ്രാവശ്യം കുറച്ച് കഴിക്കണത് കൊണ്ട് ഒന്നും സംഭവിക്കില്ല. ഞാൻ അവളെ കൊണ്ട് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു പ്രാവശ്യം തന്നെ കഴിക്കണം, അതും കുറച്ച് തന്നെ കഴിക്കണം എന്ന്. അവൾ ആകെ കുറച്ചേ കഴിക്കുള്ളൂ. ഒരു പീസ് പിസ്സ കഴിക്കുമ്പോഴേക്കും അങ്ങനെ ഒന്നും സംഭവിക്കില്ല. അവളുടെ ആഗ്രഹത്തിന് വേണ്ടിയല്ലേ, അത് കഴിച്ചോട്ടെ. പിന്നെ ഞാൻ അവളെ കൊണ്ട് പറഞ്ഞിട്ടുണ്ട് ഇത് ആരോഗ്യം അല്ലാന്ന്. അവൾ ഇനി ഈ പിസ്സ ചോദിക്കില്ല. എന്താടാ മുസേ, ഇനി പിസ്സ ചോദിക്കില്ലല്ലോ? ആ ഇപ്പൊ അവൾ ഇങ്ങനെയൊക്കെ പറയും, പിന്നെ വീണ്ടും പിസ്സ വേണമെന്ന് അവൾ കരയും, അത് ഉറപ്പാ. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് അറിയില്ല, ഇനി വീണ്ടും വീണ്ടും അവള് പിസ്സ വേണമെന്നും പറഞ്ഞ് കരഞ്ഞ് വാശി പിടിക്കുമ്പോ അപ്പൊ നിങ്ങൾക്ക് അറിയാം. ഇപ്പൊ ഈ പിസ്സ മൊത്തം കഴിച്ചിട്ട് അവൾക്ക് വയറുവേദന വരട്ടെ, എന്നിട്ട് നിങ്ങൾക്കുണ്ട്. എടി ഐഷു, അതിന് ഈ പിസ്സ മൊത്തം അവൾക്ക് മാത്രമല്ല, അവൾ ആകെ ഒരു പീസ് മാത്രമേ കഴിക്കുള്ളൂ. പിന്നെ നമുക്ക് ഈ പിസ്സ ഷെയർ ചെയ്ത് കഴിക്കാം, അപ്പൊ അത് കഴിയില്ലേ? ഓ പിന്നെ എനിക്കൊന്നും ഈ പിസ്സ വേണ്ട. ഇതുപോലെ ആരോഗ്യമില്ലാത്ത സാധനമൊന്നും ഞാൻ കഴിക്കില്ല. ഞാൻ എപ്പോഴും ഹെൽത്തി ഫുഡ് മാത്രമേ കഴിക്കുള്ളൂ. എടി ഐഷു, അതിന് നമ്മ ദിവസം ഒന്നും പിസ്സ കഴിക്കുന്നില്ലല്ലോ. നമ്മ കല്യാണം കഴിഞ്ഞ് പുതിയതിൽ പിസ്സ കഴിച്ചതാ. പിന്നെ റിയ ഒക്കെ ജനിച്ച ശേഷം നമ്മൾ പിസ്സ വാങ്ങിച്ചിട്ടേ ഇല്ല, നമ്മൾ കഴിച്ചിട്ടേ ഇല്ലല്ലോ. വല്ലപ്പോഴും ഒരു പിസ്സ കഴിക്കുന്നത് കൊണ്ട് ഒന്നും സംഭവിക്കില്ല. അയ്യോടാ, വല്ലപ്പോഴാണെങ്കിലും ശരി, ഞാൻ ഈ പിസ്സ ഒന്നും കഴിക്കുന്നില്ല എന്ന് തീരുമാനിച്ചതാ. ഇതുപോലെ പിസ്സ ബർഗർ ജങ്ക് ഫുഡൊന്നും ഞാൻ കഴിക്കുകയില്ല. ഞാൻ എപ്പോഴും ആരോഗ്യമുള്ള ഫുഡ് മാത്രമേ കഴിക്കുള്ളൂ. ഞാൻ നല്ല പച്ചക്കറിയും പഴങ്ങളും നല്ല നാടൻ ഭക്ഷണം മാത്രമേ കഴിക്കുള്ളൂ. ഇതുപോലെ ജങ്ക് ഫുഡ് പിസ്സയൊക്കെ അച്ഛനും മകളും തന്നെ ഇരുന്ന് കഴിച്ചോളി. ഇതുപോലെ പിസ്സ കഴിച്ചിട്ട് നിങ്ങൾ രണ്ടുപേർക്കും തന്നെ വയറുവേദന വരട്ടെ. അച്ഛാ, അമ്മ പറയുമ്പോലെ ഇത് പിസ്സ കഴിച്ചാൽ നമുക്ക് വയറുവേദന വരുമോ അച്ഛാ? ആ, അത് അമ്മ പറയണത് ശരിയാടാ. ഇതുപോലെ ജങ്ക് ഫുഡ് പിസ്സ ബർഗർ ഇതൊക്കെ കഴിച്ചാ ആരോഗ്യത്തിന് നല്ലതല്ല, വയറുവേദനയൊക്കെ വരും. അമ്മൂസേ, അതിന് ഈ ഒരു പ്രാവശ്യം ഈ ഒരു പിസ്സ കഴിക്കണത് കൊണ്ടൊന്നും വയറുവേദന വരില്ല. അമ്മൂസ് ഇപ്പൊ കയ്യിലുള്ള ഈ ഒരു പീസ് കഴിച്ചോ, ഇനി ഇതിന്റെ ശേഷം പിസ്സ വേണമെന്ന് ചോദിക്കാൻ പറ്റില്ല. ഇനി കഴിക്കാതിരുന്നാ മതി കേട്ടോ. ആ ശരിയടാ അമ്മൂസേ, ഒരു പ്രാവശ്യം അത് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് കഴിക്കണത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷെ എപ്പോഴെപ്പോഴും അത് വേണമെന്ന് പറഞ്ഞ് ചോദിക്കാതിരുന്നാ മതി. ഇപ്പൊ അമ്മൂസ് ഈ പിസ്സ കഴിച്ചോ?